കസ്റ്റംസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. അഡീഷണൽ കമ്മീഷണറാണ്. IRS റാങ്കിൽ ഉദ്യോഗസ്ഥനാണ്. ഉദ്യോഗസ്ഥനും സഹോദരിയും അമ്മയും അവരുടെ കാക്കനാട്ടെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. കൂട്ടാത്മഹത്യ എന്ന സംശയമാണുള്ളത്. രണ്ടുപേരുടെ മൃതദേഹം, അതായത് ഈ അഡീഷണൽ കമ്മീഷണറായ മനീഷ് വിജിയുടെയും സഹോദരി ശാലിനിയുടെയും മൃതദേഹം തൂങ്ങിയ നിലയിലും അമ്മയുടെ മൃതദേഹം കട്ടിൽ കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആഴ്ചകളായി ഉദ്യോഗസ്ഥന് അവധിയിലായിരുന്നു. ഇന്ന് അവധി കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയൊരു തെരച്ചിൽ പരിശോധനയിലാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു മരണത്തിന്റെ അല്ലെങ്കിൽ ആത്മഹത്യയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ വിഷ്ണു സുരേഷാണ് വിശദാംശം നൽകി പോരുന്നത്. വിഷ്ണു, എങ്ങനെയാണ് ഈ മൃതദേഹം കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഇദ്ദേഹം എത്ര കാലമായി അവധിയിലായിരുന്നു എന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അവധി പൂർത്തിയായതിനു ശേഷവും തിരികെ എത്താത്തതിനെ തുടർന്ന് കസ്റ്റംസ് ഒരു പരിശോധന ഈ ഉദ്യോഗസ്ഥനെ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. സുഹൈല, നിലവിൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടിയിലേക്ക് മാത്രമാണ് കടന്നിരിക്കുന്നത്. ഒപ്പം ഒരു പരിശോധനയും നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്താണ് ഈ മരണകാരണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ദുരൂഹമായി തുടരുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോഴും അവർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അവർ ഈ വിവരം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയത് മാത്രമാണുള്ളത്. മനീഷ് ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു വിവരങ്ങളും പങ്കുവച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇരുവരും, ഈ മരിച്ച ശാലിനിയും അതോടൊപ്പം തന്നെ മനീഷ് ഇതിനോടകം തന്നെ സർവീസിലുണ്ട്. ശാലിനിയും ഇതേപോലെ തന്നെ UPSC പരീക്ഷ വിജയിച്ച ഒരാളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഈ വലിയ സന്തോഷത്തിലായിരുന്നു ആ പരീക്ഷ വിജയത്തിന് ശേഷം ശാലിനി ഉണ്ടായിരുന്നതെന്നൊക്കെയാണ് നിലവിൽ പുറത്തുവരുന്ന പ്രതികരണങ്ങൾ. പെട്ടെന്ന് എന്താണ് ഇത്തരത്തിലൊരു മരണം എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത്. പ്രത്യേകിച്ച് മനീഷിന്റെ സുഹൃത്തുക്കളെയൊക്കെ ഞെട്ടിക്കുന്നത് അതാണ്. ഒരു കാരണം അവർക്ക് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. ഇന്ന് വൈകിട്ട് ഈ വീടിന് സമീപത്തുള്ള ഒരു പറമ്പിൽ കുട്ടികൾ കളിക്കാൻ വന്ന ഘട്ടത്തിലാണ് വീട്ടിൽ നിന്ന് ചില സ്മെല്ല്, ഒരു മോശം സ്മെല്ല് വന്നിരുന്നു. ആ ഘട്ടത്തിലാണ് അവിടെ നിന്ന് ഈ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. 3 പേര് ക്വാർട്ടേഴ്സിൽ മരിച്ചതിൽ കണ്ടെത്തിയെന്ന ഏറ്റവും പുതിയ വാർത്ത അങ്ങേറ്റം സങ്കടകരമായ വാർത്തയാണ്. ഇപ്പോൾ ഒരു പ്രതികരണം വരുന്നു അതിലേക്ക്. അകത്ത് കയറി ഒന്നും നോക്കുകയൊന്നും ചെയ്യാറില്ല. മൃതദേഹം എങ്ങനെയാണ്? തൂങ്ങിയ നിലയിലാണോ മൃതദേഹം ഉള്ളത്? മൃതദേഹം 2 പേരുടെ തൂങ്ങിയ നിലയിലാണ്. ഒരാള് അമ്മ ബെഡിലാണെന്നാണ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഇവര് സ്ഥിരമായ ആളുകളായിട്ടൊക്കെ ബന്ധമുള്ള ആൾക്കാരാണോ? ഇങ്ങനെ നമുക്ക് എത്ര നാളായി ഇവിടുന്ന്? ഒരു 4 മാസത്തോളം ആയി. എങ്ങനെയാ ചേച്ചി പുറത്തറിയുന്നത്? ഈ സ്മെല്ല് തന്നെയാണോ ഇതിന്റെ ഒരു? അല്ല, ഉദ്യോഗസ്ഥർ വരാതെ ഇവര് ഓഫീസിൽ കാണാതായപ്പോഴേക്കും അവരിവിടെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. 3 പേരും കണ്ടെത്തി. ശാലിനിക്ക് എന്ത് പ്രായമുണ്ട്? സഹോദരിക്ക് 35-ന് മുകളിൽ ഉണ്ടെന്നാണ് അറിയിച്ചത്. കൃത്യമായി അറിയില്ല. ഇവർ 3 പേരും മാത്രമായിരുന്നു ഇവിടെ താമസം അല്ലേ? വാർഡ് കൗൺസിലറുടെ പ്രതികരണമാണ് വന്നത്. അതായത് 3 പേർ മാത്രമാണ് താമസമുണ്ടായിരുന്നത്. മനീഷിന്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥർ ഇവിടെ അന്വേഷിച്ച് എത്തിയ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ട് എന്ന് താൻ അറിഞ്ഞത് എന്നാണ് അവർ പ്രതികരിച്ചത്. അവർ അകത്ത് കയറിയിട്ട് വന്നതാണ്. അതായത് 2 മൃതദേഹങ്ങൾ തൂങ്ങിയ നിലയിലും അമ്മ ബെഡിൽ മരിച്ച നിലയിൽ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശാലിനിക്ക് ഏകദേശം 35 വയസ്സോളം പ്രായമുണ്ട്. അമ്മയ്ക്ക് 82 വയസ്സ് പ്രായമുണ്ട്. മനീഷിന് 42 വയസ്സാണ് ഉള്ളത്. എന്താണ് ഈ കാരണം എന്നുള്ള മരണകാരണം എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ചില അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു വന്നത് ഈ ശാലിനിക്ക് UPSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെ മാർക്കുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. അക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. പോലീസിനും ഇപ്പോൾ അത് സ്ഥിരീകരിക്കാനായിട്ടില്ല. അവർക്ക് ഇവരുടെ ബന്ധുക്കളുമായൊക്കെ സംസാരിച്ചാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ അത്തരത്തിലൊരു നിഗമനത്തിലേക്കൊക്കെ എത്താനാകുക. നിലവിൽ അങ്ങനെ ഒരു നിഗമനം പോലീസിനും ഇല്ല. പക്ഷേ അതിനുള്ളൊരു ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ റൂം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. വീട്ടിലെ നോട്ട് പാഡുകളും പുസ്തകങ്ങളും ഒക്കെയാണ് പരിശോധിച്ചു വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകുമെന്നാണ് അവർ പ്രതീക്ഷ പങ്കുവെക്കുന്നത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. പക്ഷേ അവർ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഏകദേശം 50ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഈ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അവർ
പല ഗ്രൂപ്പുകളെ, അതായത് വീടിന് അകത്ത് ഇൻക്വസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രൂപ്പും പുറത്ത് ഈ മൃതദേഹം പുറത്തേക്ക് എത്തിച്ച് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ മറ്റൊരു ഗ്രൂപ്പും, അങ്ങനെയാണ് നിലവിൽ പോലീസിന്റെ ഒരു വിന്യാസം. ACPയുടെ നേതൃത്വത്തിൽ, തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. അസ്വാഭാവിക മരണത്തിന് തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു സംഭവം തന്നെയാണിത്. ഒരു കുടുംബത്തിൽ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനടക്കം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ 3 പേർ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അതിൽ എന്താണ് സംഭവിച്ചതെന്ന് ആളുകൾക്ക് അറിയില്ല. പ്രത്യേകിച്ച് ഇവർ വന്നിട്ട് 4 മാസം മാത്രമാണ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശത്തിലെ ആളുകളുമായിട്ടൊന്നും കാര്യമായ ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഇത് 2 ദിവസത്തോളമായി മൃതദേഹത്തിന് പഴക്കമുണ്ട്. ആരും ഇങ്ങോട്ടേക്കൊന്നും വരാറില്ല, സംസാരിക്കാനോ മറ്റോ വരാറില്ല. ഇവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ 2 ദിവസത്തിന് ശേഷം ഈ വിവരം പുറത്തേക്ക് വരാൻ അത്രയും സമയമെടുത്തത്. നിലവിൽ ഈ പ്രദേശത്തൊന്നാകെ വലിയ ദുർഗന്ധം വമിക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ നിലവിൽ ആരംഭിച്ചിരിക്കുന്നു. ഈ മൃതദേഹം താഴെ ഇറക്കിയുള്ള ഇൻക്വസ്റ്റ് നടപടികളാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. ആദ്യം ഈ ശാലിനിയുടെ മൃതദേഹമായിരിക്കും ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കുക. അതിനുശേഷം അമ്മയുടെ, അതിനുശേഷമായിരിക്കും മനീഷിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കുക. അതിനുശേഷം മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഇതിന്റെ കാരണം തേടിയുള്ള അന്വേഷണവും സമാന്തരമായി തന്നെ